അപ്പോൾ നമ്മുടെ അടുത്തൊരു ഇന്നോവയുടെ വർക്ക് കൂടെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ടൈപ്പ് 4 വണ്ടി തന്നെയായിരുന്നു. നേരത്തെയും ജെന്യൂനിറ്റിയുള്ള വണ്ടി തന്നെയാണ്. കസ്റ്റമർക്ക് ആ ഒരു കളറിനോടും ആ ചെറിയ എന്താ പറയുക തുരുമ്പ് പോലുള്ളൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്നാണ് വണ്ടി വന്നത്. അപ്പോൾ ബോഡി മൊത്തം ഒരു തുരുമ്പിൻ്റെ ഒരു അംശം ഇതിനകത്ത് നല്ലവണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് ഫുൾ പെയിൻറ്റ് ചെയ്യാനുള്ള രീതിക്കാണ് വന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് എക്സസറീസ് കാര്യങ്ങൾ ഇതിനൊക്കെ ആഡ് ചെയ്യാനുമാണ് നമ്മുടെ അടുത്ത് വന്നത്. നമ്മളത് ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ഗോൾഡിഷ് കളർ കൂടുതൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പെയിൻറ്റ് അടിച്ചിരിക്കുന്നത്. നമ്മൾ ടൈപ്പ് 2 വരുന്ന ഒരു ഇന്നോവയുടെ കളറുണ്ട്, ആ ഒരു കളർ ടൂണിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് സിൽക്കി ഗോൾഡ് അല്ല, കുറച്ചുകൂടെ ഡാർക്കായിട്ടാണ്, ഡാർക്ക് ഷെയ്ഡിലേക്കാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കുറച്ച് പാർട്സുകളൊക്കെ റെസ്റ്റഡ് പാർട്സുകൾ ഉണ്ടായിരുന്നു. എൻജിൻ റൂമിലാണെങ്കിലും ശരി, ആ ഫ്രണ്ട് ചേസിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പീസ്, അതുപോലെ റേഡിയേറ്ററിൻ്റെ പാനൽ സെറ്റ്, ഇതൊക്കെ ഭയങ്കര റെസ്റ്റായിട്ട് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അത് ഫുള്ളും കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് മാറ്റാനുള്ളത് കംപ്ലീറ്റും ഒറിജിനൽ പാർട്സ് ഇട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ മറ്റേ റേഡിയേറ്ററിൻ്റെ ബ്രാക്കറ്റും എല്ലാം നമ്മൾ ആ ഒറിജിനൽ പാർട്സ് ഇട്ടിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഫ്രണ്ടിൽ വരുന്ന ഒരു ചേസിൽ വരുന്ന ക്രോസ് ഉണ്ട്, ആ ക്രോസിലടക്കം നമ്മൾ ഒറിജിനൽ പാർട്സ് ഇട്ടിട്ട് തന്നെ കംപ്ലീറ്റും ചെയ്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇട്ടിരിക്കുന്ന പാർട്സ്, ബമ്പറൊക്കെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. ബമ്പറിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ വരുന്ന പാനൽ എല്ലാം നമ്മൾ ഒറിജിനൽ പാർട്സ് ഇട്ടിട്ട് തന്നെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുള്ള് പെയിൻറ്റും ചെയ്തിട്ടുണ്ട്. കളർ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഫിറ്റിങ്സ് കംപ്ലീറ്റ് A to Z അഴിച്ചിട്ടാണ് ഇതിനകത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ഹെഡ്ലൈറ്റ് DRL ആക്കിയിട്ടുണ്ട്. DRL നേരത്തെ നോർമൽ ഹെഡ്ലൈറ്റ് ആയിരുന്നു, അത് DRL ആക്കി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് OE വരുന്നതല്ല, അതർ ബ്രാൻഡ് മെയ്ഡ് ഇൻ തായ്വാൻ ഒക്കെ വരുന്ന ബ്രാൻഡാണത് വരുന്നത്. അപ്പോൾ ആ ഒരു ഹെഡ്ലൈറ്റ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോഗ് ലാമ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നേരത്തെ ഓൾറെഡി കസ്റ്റമറുടെ തന്നെ HID ആയിരുന്നു, ഒരു വൈറ്റ് ലൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നു, അത് തന്നെ അതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ബീം വന്നിട്ട് വൈറ്റും, അതുപോലെ രണ്ടാമത്തെ ബീം വന്നിട്ട് സാധാ നമ്മൾ യെല്ലോയിഷ് കളറും ആണ് ഇതിനകത്ത് വരുന്നത്. അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സാധാ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു പവർ ഈ ഹെഡ്ലൈറ്റിന് കിട്ടില്ല, പവർ കമ്മിയായിരിക്കും. എങ്കിലും കാണാനും അതുപോലെ തന്നെ വണ്ടി കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഭയങ്കര ഒരു കണ്ണിൻ്റെ ഒരു ചിത്രം പോലെയൊക്കെ രാത്രിയിൽ നമുക്ക് ഈ പാർക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി വേറെ ലെവലായിരിക്കും കാണാനായിട്ട്. നല്ല രസം ഉണ്ടാകുകയാണ് ഈ ഹെഡ്ലൈറ്റിന്. കാരണം ഇതിൻ്റെ മെയിൻ അട്രാക്ഷനാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഒരു മിറർ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കസ്റ്റമർ നേരത്തെ ഉണ്ടായിരുന്നതാണ്, അത് തന്നെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിതിൽ 360 ക്യാമറയും ഒരു ടച്ച് സ്ക്രീനും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാർ സ്ക്രീൻ പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് നമ്മൾ ആൻഡ്രോയിഡ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ 360 ക്യാമറയും ആഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് റേറ്റ് ഉള്ളതല്ല, എങ്കിലും ഒരു മീഡിയം ലെവലിൽ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന പോലുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോറിൽ ഫുൾ സ്പീക്കർ സിസ്റ്റം കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. 4 ഡോറിൽ സ്പീക്കർ സിസ്റ്റം മാറ്റിയിട്ടുണ്ട്. വേറെ സബ്ബോ ആംബോ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ല എഫക്റ്റീവായിട്ടും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. റോക്ക്പോർട്ടിനെയാണ് നമ്മൾ സ്പീക്കർ ആഡ് ചെയ്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യാനും പറ്റും. പിന്നെ നമ്മളിതിൽ സ്കേർട്ട് ചെയ്തിട്ടുണ്ട്. അടിയിൽ സ്കേർട്ടിൽ നമ്മൾ ആ സെയിം ബോഡി കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, വേറെ കളർ ടൂണൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ആ സെയിം കളർ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ 2 മിററും ഇതിനകത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ഇൻഡിക്കേറ്റർ വരുന്ന ടൈപ്പിൽ നമ്മൾ മിറർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുള്ള് ക്രോം ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ ക്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ഫുള്ളും, അതുപോലെ തന്നെ വീലാർച്ചിൽ എവിടെയൊക്കെ ക്രോം വരുന്നോ ആ ഭാഗങ്ങളെല്ലാം നമ്മൾ ക്രോം ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അതിൽ വരുന്ന എങ്ങനെയാണോ വരുന്നത് അതിൽ നേരത്തെ ഉണ്ടായിരുന്നു, നേരത്തെ ക്രോം തന്നെ ആയിരുന്നു. പക്ഷേ നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ കംപ്ലീറ്റ് അഴിക്കുമ്പോൾ കംപ്ലീറ്റും അത് കംപ്ലൈൻറ്റ് വരും, പിന്നെ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ ക്രോം സെറ്റ് ഫുള്ളായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോയ് വീൽ വന്നിട്ട് സിൽവർ കളറായിരുന്നു, അത് നമ്മൾ പിയാനോ ബ്ലാക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാലിപ്പർ നമ്മൾ എപ്പോഴും അടിക്കുന്ന പോലെ തന്നെ കോപ്പറിൻ്റെ കളറാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കളറിനോട് നല്ലോണം മാച്ച് ആകുന്നുണ്ട്. ആ ബ്ലാക്കും കോപ്പറും സിൽക്കി ഗോൾഡും എന്ന് വരുമ്പോൾ നല്ലൊരു മാച്ചിങ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഡോർ ഹാൻഡിലും എല്ലാത്തിലും നമ്മൾ ക്രോം ആഡ് ചെയ്യാൻ പറ്റുന്ന എല്ലായിടത്തും നമ്മൾ ക്രോം ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സൺവൈസർ നമ്മൾ വെച്ചിട്ടില്ല, ഇതാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ബാക്ക് ലൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ടൈപ്പിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ന്യൂ ടൈപ്പ് വരുന്ന ഒരു മോഡലിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റിയർ ബമ്പറിലും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിൽ നമ്പർ പ്ലേറ്റ് വരുന്ന ഗാർണിഷിനും ആ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ആക്സസറീസ് പരമാവധി നമ്മൾ ടൈപ്പ് 4 ഇന്നോവയ്ക്ക് എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പൊതുവേ ഞാൻ ടൈപ്പ് 4 ഈ സ്റ്റിക്കർ ഞാൻ അധികം ഒട്ടിക്കാറില്ല, ആ ഒരു ലെവലിൽ തന്നെ നിർത്തും. പക്ഷേ എങ്കിൽ കസ്റ്റമറുടെ റിക്വസ്റ്റ് പ്രകാരം ടൊയോട്ട ഇന്നോവ എന്നുള്ളതും 2.5V എന്നുള്ളതും നമ്മൾ സ്റ്റിക്കർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്പോയിലർ നമ്മൾ പിയാനോ ബ്ലാക്കിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്.
ബാക്കിൽ ഈ ഒരു മോഡൽ നേരത്തെ വന്നതാണ്, പക്ഷേങ്കിൽ നമ്മൾ ഈ ഒരു ടൈപ്പ് ടൈലൈറ്റ് ആദ്യമായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് കാണാൻ തന്നെ നല്ല രസമാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ പാർക്ക് ലൈറ്റ് അജുവലേ ഒന്ന് വാ. പാർക്ക് ലൈറ്റ് ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്കത് ഇപ്പുറത്തോ പാർക്ക് ലൈറ്റ് ഓഫാക്ക്. ആ വണ്ടി എന്താണ് നോക്കുന്നത്? ആ നോർമലി ഇരിക്കുമ്പോൾ ഈ ഒരു ഫീലിലാണ് കിട്ടുന്നത്. പാർക്ക് ലൈറ്റ് ഇടുമ്പോൾ നമുക്ക് ആ ഇന്നോവ എന്നുള്ള ലൈറ്റും അതുപോലത്തെ ഇതിലൊക്കെ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതായിട്ട് നല്ലോണം ഫീലാവും. ഉണ്ടല്ലേ, ആ ഇന്നോവയും റൺ ചെയ്യും, അതുപോലെ തന്നെ ബാക്കിലെ ടൈലൈറ്റും അതുപോലെ റൺ ചെയ്ത് കാണിക്കും. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതൊരു 2-3 സെക്കൻഡ് അത് ഉണ്ടാവും അതിൻ്റെ റണ്ണിങ്. നേരത്തെ ഇതിലുണ്ടായിരുന്നതും ഇതേപോലെയുള്ള DRL വരുന്ന ഒരു ടൈലൈറ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ സെക്കൻഡ് സ്റ്റൈലിന് ചെയ്തിട്ട് നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. ബ്രേക്ക് ഔട്ടുമ്പോൾ ആ കളർ ചേഞ്ചായി, അതുപോലെ ഇന്നോവയുടെ വരുന്ന റെഡിഷായി അങ്ങനെ വരുന്നുണ്ട്. ഇൻഡിക്കേറ്ററിലും ഈ ഒരു ടൂണിലാണ് കാണിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് ലൈറ്റ്നിങ് പക്ക നീറ്റാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ ഒരു ടൈപ്പ് ടൈലൈറ്റും അതുപോലെ തന്നെ ആ ഇന്നോവ എന്ന് എഴുതിയതും അതൊക്കെ വൈറ്റ് ഷെയ്ഡായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേക ഒരു ഫീലും കിട്ടും. പിന്നെ ബാക്കിൽ നമ്മൾ വേറെ കളർ ആഡ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ആ സിൽക്കി ഗോൾഡ് ആ ഒരു രീതിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അതിൽ നമ്മൾ ബീഡിങ് ആഡ് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ. പിന്നെ റിയർ ബമ്പർ നമ്മൾ അത് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അതിൽ വരുന്ന സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ അതിന് തന്നെ വെച്ചിട്ടുണ്ട്. ഒന്നും എടുത്തിട്ടില്ല, കാരണം എന്താ വെച്ചാൽ എടുത്തു കഴിഞ്ഞാൽ മൊത്തം ഹോളായി കാണും. നമ്മൾ റിയർ ബമ്പർ മാറിയിട്ടില്ല, ആ ബമ്പറിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സാധനം മാത്രം ഇതിനകത്ത് സെറ്റ് ചെയ്തത്. ഇൻറ്റീരിയറിൽ നമ്മൾ അധികം മാറ്റങ്ങളൊന്നും ഇതിനകത്ത് വരുത്തിയിട്ടില്ല. അല്ല, സെയിം സ്റ്റോക്ക് കണ്ടീഷൻ എങ്ങനെയാണോ ആ ഒരു ലെവലിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ ഈ ഒരു പീസ് മാത്രം നമ്മൾ ആ ഒരു പിയാനോ ബ്ലാക്ക് സ്പോയിലറിൽ വരുന്ന ബ്ലാക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്ലാസോട് കൂടി ചേർന്ന് വരുമ്പോൾ ആ ഒരു ബ്ലാക്ക് വരുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്, നല്ല രസമുണ്ടാവും. അതും കൂടെ നമ്മൾ ഗോൾഡ് ആകുമ്പോൾ കാണാനൊരു മാച്ചിങ് ഉണ്ടാവില്ല, ഒരു ചെറിയൊരു നമുക്ക് ഫീലിംഗ് വ്യത്യാസമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ അതുപോലെ നമ്മൾ ഫോർച്യൂണറിൻ്റെ റിയർ വൈപ്പറും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ കസ്റ്റമർ വരും, ആ വരുന്നതിന് മുമ്പ് വാട്ടർ വാഷ് ചെയ്തിട്ടൊന്ന് വാക്സ് ഇട്ടിട്ട് കൊടുക്കണം. എപ്പോഴും ഞാൻ വാക്സ് ഏറ്റവും ലാസ്റ്റ് കസ്റ്റമർ വരുന്ന ഒരു 10 മിനിറ്റ് മുന്നേ ഇടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ആ ഒരു ഷൈനിങ്ങും ആ ഒരു പെർഫെക്ഷനും കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മാത്രമേ അതിനകത്ത് കിട്ടുള്ളൂ. പിന്നെ റിയർ ക്യാമറ നമ്മൾ ഈ നമ്പർ പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറിലാണെങ്കിലും നമ്മൾ വേറെ മാറ്റങ്ങൾ കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇൻറ്റീരിയൽ ക്ലീനിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളത് നമ്മൾ 7D മാറ്റ് മാത്രം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ബ്ലാക്ക് കളറിൽ വരുന്ന 7D മാറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. സീറ്റുകളെല്ലാം കംപ്ലീറ്റ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റായിട്ട് ഇൻറ്റീരിയൽ വാഷ് ചെയ്തിട്ടുണ്ട്, ടോപ്പ് അടക്കം ഇൻറ്റീരിയൽ വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു AC വെൻറ്റ് മാത്രം നമ്മൾ ഇതിനകത്ത് മാറിയിട്ടുണ്ട്, കംപ്ലൈൻ്റ് ആയിരുന്നു. ആ ഒരു AC വെൻറ്റ് മാത്രം ഇതിനകത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത് ഒറിജിനൽ പാർട്സ് തന്നെ വരുന്നത്, ഒറിജിനൽ പാർട്സ് തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റിയറിംഗ് വീൽ കവർ കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇൻറ്റീരിയറിൽ പക്കയായിരുന്നു. പിന്നെ അത് തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്റ്റീരിയോ വരുന്നത്. നേരത്തെ ആൻഡ്രോയിഡ് ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് നമ്മൾ 360 സപ്പോർട്ടിങ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഫുൾ റെക്കോർഡിംഗ് വരുന്ന ഒരു മോണിറ്റർ, ഫ്രണ്ട് ക്യാമറ മോണിറ്റർ ഇതിനകത്തുണ്ട്. അത് കസ്റ്റമർ ആഡ് ചെയ്താണ്. ഇതിലും ഫുൾ ടൈം റെക്കോർഡിംഗ് നമുക്ക് ചെയ്യാനും പറ്റും. പിന്നെ മെക്കാനിക്കൽ സൈഡ് നമ്മൾ ഇതിനകത്ത് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ മൗണ്ട് മാറിയിട്ടുണ്ട്, ഗിയർ ബോക്സ് മൗണ്ട് മാറിയിട്ടുണ്ട്, റിയറിലെ ഷോക്കും മാറിയിട്ടുണ്ട്. ഇത്രയും കാര്യമാണ് നമ്മൾ നോർമലി മെക്കാനിക്കൽ വർക്ക് ചെയ്തിരിക്കുന്നത്. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. മെക്കാനിക്കൽ എൻജിൻ്റെ ചെറിയൊരു വൈബ്രേഷനാണ് നമുക്ക് കിട്ടിയിരുന്നത്, വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും ഇല്ല. വണ്ടി ജെന്യൂനിറ്റിയുള്ള വണ്ടിയാണ്, അതുകൊണ്ട് നമ്മൾ ബാക്കി വേറെ വർക്കൊന്നും ചെയ്തിട്ടില്ല. ഈ എൻജിൻ മൗണ്ട് ഗിയർ ബോക്സ് മൗണ്ട് മാറി, അതുപോലെ തന്നെ റിയറിലെ ഷോക്കും മാറി. അതാണ് മെക്കാനിക്കൽ വർക്കായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം കമ്പനി സർവീസ് പക്ക കൊണ്ടു നടക്കുന്ന വണ്ടിയാണ്, അതുകൊണ്ട് നമ്മൾ ബാക്കിയൊന്നും ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നോവയുടെ വിശേഷം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.